അതങ്ങനെ തന്നെയാണ് അത് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് 4 കോടതികൾ ഇപ്പോൾ തന്നെ വിധി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മാത്യു കുഴൽനാടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണത്. ഒന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി, പിന്നൊന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, അതിൻ്റെ അപ്പീൽ എന്ന നിലയിൽ വന്നിട്ട് കേരള ഹൈക്കോടതി, എന്നാൽ തള്ളിയതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന കോട്ടയം വിജിലൻസ് കോടതി. അങ്ങനെ തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ 3 വിജിലൻസ് കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അഴിമതിയുമില്ല, അതുകൊണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ സർക്കാരോ ഇതിനകത്ത് ഭാഗമേ അല്ല എന്ന നിലയിൽ ആധികാരികമായി വിധിയെഴുതി. ആ വിധിയിൽ ഒന്നിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഹൈക്കോടതിയിൽ പോവുകയുണ്ടായി. ഹൈക്കോടതി വളരെ വിശദമായി വാദങ്ങൾ കേട്ടുകൊണ്ട് ഹൈക്കോടതിയും വിധിയെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും 4 കോടതികൾ, 3 വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും വളരെ വ്യക്തമായി തന്നെ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള കേസാണ്. മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല, അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധിയെഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി, ഗവൺമെൻറ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ്. ഇത് വന്നൊരു സമയം പാർട്ടി കോൺഗ്രസ് നടക്കുന്നു, അങ്ങനത്തെ ഒരു ഇത്തരമൊരു തീരുമാനം വരാനുണ്ടായ ഒരു സമയം വളരെ അല്ല, അതെല്ലാം നമ്മളിപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നതാണല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിനകത്ത് ഇത്ര വേറെ രീതിയിലുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്, അതൊന്നും പറയാതിരിക്കുകയും ഇത് മാത്രം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരും. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഞാൻ നേരത്തെ പറഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ടത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും ഒരു കേസ് സംബന്ധിച്ചിട്ട് 3 കോടതികളും ഹൈക്കോടതിയും ആധികാരികമായി അഴിമതിയില്ല, അഴിമതി നിരോധന സംബന്ധിച്ച് കേസുകളൊന്നും തന്നെ ചാർജ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് ആധികാരികമായി തന്നെ വിധിയെഴുതിയിട്ടുണ്ട്. അതാണ് അത് സംബന്ധിച്ച് കാണേണ്ടത്.